പിന്നെ ഈ മദ്രസ ഗുണ്ടൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാര്യം എന്താ? നീ നിന്റെ ബാപ്പയുടെ നിന്റെ ഉമ്മയുടെ കാര്യം നോക്കടാ. ഈ പാട്ട് നിന്റെ ഉമ്മയ്ക്ക് പാടിക്കൊടു, അവർ ഉറങ്ങട്ടെ. കേരളത്തിലെ അണ്ടിമുക്ക് ശാഖകളിൽ നിന്നും യൂട്യൂബ് വ്ളോഗർമാർ ഉടലെടുത്തിരിക്കുന്നു. വ്യത്യസ്തമായാണ് ഇവരുടെ അവതരണ രീതി. അതായത് വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ അങ്ങനെ പാടുന്നത് പോലെ വ്യത്യസ്തമായ അവതരണമാണ് ഇവരുടേത്. അങ്ങനെ ഒരു വീഡിയോ നമുക്ക് കാണാം. മദ്രസ കുണ്ടം വന്നിട്ടുണ്ട് നമ്മുടെ ശോഭാ സുരേന്ദ്രനെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടി. അവൻ്റെ ഉമ്മയ്ക്ക് അവൻ പാടിക്കൊടുക്കുന്ന ഒരു പാട്ടും കൂടി ഉൾപ്പെടെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡേ മാന്യമായി പറയടേ, എന്തുവടെ അണ്ണാച്ചി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? മാന്യതയില്ലടേ. പറ ബാക്കി. പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ശക്തനായ ഒരു വനിതയാണ്. അവര് ഈ പറഞ്ഞത് ശരിക്കും ശരി തന്നെയാണ്. അപ്പി ശോഭാ സുരേന്ദ്രൻ ശക്തനായ വനിതാ നേതാവ്. എടേ, അവർ 25 ലക്ഷം കൈക്കൂലി ആവശ്യപ്പെടുന്നത് പിഞ്ചു കുട്ടികൾക്ക് വരെ അറിയാം. എന്നിട്ടാണ് അപ്പി നീ ഇവിടെ കിടന്ന് തൂറി മെഴുകുന്ന എടാ. ബാക്കി. അമ്പലം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. നിന്നെപ്പോലുള്ള തീവ്രവാദികൾക്കും മദ്രസ കുണ്ടന്മാർക്കും ചൊറിഞ്ഞു കളിക്കാനുള്ളതല്ലേ. ഉത്തരേന്ത്യയിലെല്ലാം അമ്പലങ്ങളും പള്ളികളും പൊളിക്കുന്ന ആരാടേ? ഇവർ തന്നെയല്ലേ, ഇവരുടെ പാർട്ടിക്കാർ തന്നെയല്ലേ? തനിക്ക് കാണണം എനിക്ക്. എന്നാ കാണും. 75 മുതൽ 165 ക്ഷേത്രങ്ങള്, ഇതര ആരാധനാലയങ്ങളോ ആശ്രമങ്ങളോ ഇവർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. 2025 മാർച്ചിൽ ആന്ധ്രയിലെ മന്ത്യാൽ ജില്ലയിലെ നല്ലമലക്കാട്ടിലെ കാശിനയന ആശ്രമവും ക്ഷേത്രവും പൊളിച്ചത് BJP നയിക്കുന്ന ആന്ധ്ര സർക്കാരാണ്. ഗഡ്കരിയുടെ സ്വപ്ന പദ്ധതികൾക്കു വേണ്ടി ദേശീയപാത അതോറിറ്റിക്കാർ അഹമ്മദാബാദിൽ ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ചു നീക്കിയത് 7 ക്ഷേത്രങ്ങളാണ്. 2025 ജൂണിൽ ബീഹാറിൽ മൊപ്തി ബസാറിൽ ഹനുമാൻ ക്ഷേത്രത്തിന്റെ മുകളിലൂടെ JCB കയറി ഇറങ്ങി. ഈ വർഷം പകുതിയോടെ BJP ഭരിക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ 90 വർഷം പഴക്കമുള്ള ജൈനക്ഷേത്രം പൊളിച്ചു. കർണാടകയിലെ മൈസൂരുവിൽ 2021 ഒരു ഹിന്ദു ക്ഷേത്രം പൊളിച്ചു നീക്കി. നഞ്ചൻകോടിന് സമീപമുള്ള ഹുച്ചഗുനിയിലെ മഹാദേവമ്മ ക്ഷേത്രം. 100 ക്ഷേത്രങ്ങൾ പൊളിക്കാനായിരുന്നു പദ്ധതി. വിശ്വാസികൾ എതിർത്തപ്പോൾ തൽക്കാലം നിർത്തിവെച്ചു. പിന്നെ ഈ മദ്രസ ഗുണ്ടൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാര്യം എന്താ? മദ്രസ ഗുണ്ടനും ഈ ശബരിമലയായിട്ട് എന്താ ബന്ധം? നീ നിന്റെ ബാപ്പയുടെ നിന്റെ ഉമ്മയുടെ കാര്യം നോക്കടാ. ഈ പാട്ട് നിന്റെ ഉമ്മയ്ക്ക് പാടിക്കൊടു, അവർ ഉറങ്ങട്ടെ, കാരണം നിന്നെ പെറ്റി വളർത്തിയില്ലേ. എന്തുവാണ് ഈ സംസ്കാരം? ശാഖത്തെ സംസ്കാരമൊക്കെ എന്തിനാണ് താൻ ഈ സോഷ്യൽ മീഡിയ വഴി വിളിച്ചു പറയുന്നത്? താൻ ഈ മോന്തായം വെച്ചുകൊണ്ട് ഈ ഉത്തരേന്ത്യയിലെങ്ങാനും പോയാൽ തൻ്റെ വായ ഒരു മൂത്രം ഒഴിച്ചു തരും, അല്ലെങ്കിൽ ചെരുപ്പ് നക്കിപ്പിക്കുന്നത് ഇതുപോലെ കണ്ടു നോക്ക്.